പിന്നെ അതിനുശേഷം പലരും പറയുന്നുണ്ട് ഇതൊരു തമാശയായിട്ട് എടുക്കണം, കോമഡി ആയിട്ട് എടുക്കണം. ഞാൻ പറയുന്നു സർ, ഇതെങ്ങനെ തമാശയും കോമഡിയായിട്ട് എടുക്കാൻ പറ്റും? ഈ അടി ഞാൻ മലയാള സിനിമയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. ഞങ്ങളത് തമാശ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമാശയായിട്ട് എടുക്കും. ഈ പരിപാടി കാണുന്ന ആരെങ്കിലും തമാശ എടുക്കും? നിങ്ങളെ പ്രൊഫഷനെയാണ് ഒരുത്തം പറയുന്നത്. ഇപ്പൊ പറഞ്ഞ ചീത്ത മുഴുവനും ഞാൻ കേട്ടു, ഒക്കെ മനസ്സിലാവുകയും ചെയ്തു. അത് എന്തിനാണെന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാലോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പങ്കെടുത്ത ഒരു ശ്രീകണ്ഠൻ നായർ ഷോ ഉണ്ട്. അപ്പൊ അതില് ഒരു കൂട്ടം ചേർന്ന 100 മിമിക്രിക്കാരെല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് നമുക്കെതിരെ അറ്റാക്ക് ചെയ്ത് അതിന്റെ ഒരു ഡെവലപ്ഡ് വേർഷനാണ് ഇപ്പൊ കാണുന്ന വിവാദമാണ് എനിക്ക് തോന്നിയത്. പണ്ഡിറ്റിന്റെ പരാജയത്തിന്റെ പടുകുഴി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും കമ്പിപ്പാറ വെച്ച് അടർത്തിയെടുത്ത ഏതാനും വരികളാണ് ഇവിടെ കീച്ചാൻ പോകുന്നത്. അത് അന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? കെട്ടിക്കഴിഞ്ഞ ജീവിതം ആത്മാർത്ഥതയെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുത് സാർ. സാർ ചൂടാവരുത്, എനിക്കൊരു സങ്കടം പറയാനുണ്ട്. എന്റെ കസ്റ്റമേഴ്സിന് മുമ്പിൽ വെച്ച് സാറിനെ ഇൻസൾട്ട് ചെയ്യരുത്. അതെന്റെ തൊഴിലിനെ ബാധിക്കും. ജനിച്ചു പോയില്ലേ സാറേ, ജീവിക്കട്ടെ പ്ലീസ്. ചെല്ല. മലയാള സിനിമയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. തെറ്റ്. ഒരു സിനിമയിൽ പോലും നായകനായിട്ട് ഒരു 100 കോടിയിലെത്താത്ത നീ എങ്ങനെയാടാ മലയാള സിനിമയാവും? നീ മിമിക്രിക്കാർക്ക് വേണ്ടി സമർപ്പിക്കും. ഞാൻ മലയാള സിനിമയ്ക്ക് വേണ്ടി സമർപ്പിക്കുള്ളൂ. മിമിക്രിക്കാർക്ക് വേണ്ടി എന്റെ ഇഷ്ടമല്ലേ അത്? എൻ്റെ പ്രൊഫഷനെയാണ് ഇല്ലാത്തൊരു കാര്യം പറയുന്നത്. എന്നിട്ടും ഞാൻ എന്താ പറഞ്ഞത്? അതല്ല നിങ്ങൾ പറഞ്ഞ് തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല. നീ നായകനെ അഭിനയിച്ച ഏതെങ്കിലും ഒരു പടം 100 കോടി കപ്പിൾ ചോദിച്ചു മേടിച്ചതാ സാറേ, സതീശനെ അറിയാലോ. പക്ഷെ അതിലെ ചില ആളുകളുടെ കോമഡി എന്ന് പറയുന്നത് ഇവർ മറ്റുള്ളവരെ ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ്റെ ഇവർ കോമഡി എന്ന് ഇവർ കണക്കാക്കുന്ന അവൻ കറുത്തിട്ടാണ്. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതങ്ങനെ വിടാൻ പറ്റും?